ഉണ്ണിക്കാമ്പ് കൊണ്ട് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അതിനായിട്ടിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. പറ്റ ചെറുതാക്കണ്ട, കുറച്ച് കട്ടിയിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനിയിത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഉണ്ണിക്കാമ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ണിക്കാമ്പ് എന്ന് പറയാൻ ചില സ്ഥലത്ത് വാഴപ്പിണ്ടി എന്നും പറയും. അതിലേക്ക് ഒരു 3 പച്ചമുളക് നടുവേ കീറിയത്, ഒരു മീഡിയം തക്കാളി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലടിപ്പിക്കുക. ഒരു വിസിലടിച്ചാൽ മതി, അത്ര വേവേ ഉണ്ടാവുള്ളൂ. ഇനി അതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു 10 അല്ലി ചെറിയുള്ളി, 1 സ്പൂണ് വലിയ ജീരകം, 1/2 സ്പൂണ് മുളകും പൊടിയും പാകത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഉണ്ണിക്കാമ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു കോട്ടീൻ്റെ അത്രയുള്ള പുളിയേ എടുത്തിട്ടുള്ളൂ. തക്കാളി ഇട്ടതുകൊണ്ട് കുറച്ച് പുളിവെള്ളം മതി. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ വേണമെന്ന് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒരു ബ്രൗൺ കളറായി വരും. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് വാഴപ്പിണ്ടിക്കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി വാഴപ്പിണ്ടിയും കൊണ്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം. പറ്റ നൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക. എല്ലാം കട്ട് ചെയ്ത് കഴുകി എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് പത്തിരിപ്പൊടി, 1 സ്പൂണ് കോൺഫ്ലവർ, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ പേസ്റ്റ് ആയാലും മതി, പാകത്തിന് ഉപ്പ്, കറിവേപ്പിൻ്റെ ഇല. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂട്ടിയാൽ നല്ലതാണ്. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ കൂട്ടിയിട്ടില്ല. അതിന് ശേഷം ഒരു ചീനച്ചട്ടി എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടാകുമ്പോൾ കുറച്ചിട്ട് പൊരിച്ചെടുക്കാം. നൈസാക്കി കട്ട് ചെയ്താൽ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും. നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഈ കറുമുറുന്നാകുന്നൊരു സൗണ്ടില്ലേ, അത് വരുമ്പോൾ കോരിയെടുക്കണം. ആദ്യം ഇട്ടത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ലാസ്റ്റ് പൊരിഞ്ഞ് വരുമ്പോൾ, ലാസ്റ്റുള്ള പൊരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കോരിയെടുക്കുക. 4 മണിക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സാണ്. കറുമുറുന്ന് തിന്നാൻ പറ്റിയ സ്നാക്സാണ്. ഇത് തോനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല അടപ്പുള്ളൊരു അളവിലൊക്കെ ഇട്ട് വെച്ചാൽ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലത്തെ തട്ടിക്കുട്ടി വീഡിയോയുമായി എത്താം. ഇതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.